സർവീസ് പെൻഷൻ കുടിശ്ശിക അനുവദിച്ച് സംസ്ഥാന സർക്കാർ 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 3ാം ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതിക്ക് 130 കോടി രൂപ അനുവദിച്ചു. അല്ലമീനുണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ സർവീസ് പെൻഷൻ കുടിശ്ശിക അനുവദിച്ച് ഉള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 3ാം ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പലതരത്തിലുള്ള പെൻഷൻ വിതരണവും അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളും ബില്ലുകൾ പാസ്സാക്കുന്നതുമൊക്കെ സർക്കാർ തടഞ്ഞു വെച്ചിരുന്നു. വലിയ നിയന്ത്രണം ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് മാത്രമല്ല, മറ്റു ചില ഇടങ്ങളിൽ നിന്ന് സർക്കാരിന് ട്രഷറിക്ക് പണം ലഭിച്ച സാഹചര്യത്തിൽ പല കുടിശ്ശികകളും സർക്കാർ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർവീസ് പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചിരിക്കുന്നത്. വിരമിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയിലെ 3ാം ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഏതാണ്ട് 5 ലക്ഷത്തിലേറെ ജീവനക്കാർക്ക് ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. 628 കോടി രൂപയാണ് ഇതിനായിട്ട് ഇപ്പോൾ അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ലൈഫ് മിഷന് 130 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. ഭവനരഹിതർക്ക് സുരക്ഷിത ഭവനം ഉറപ്പാക്കുന്ന പദ്ധതിക്കായിട്ട് സർക്കാർ ഈ വിധത്തിൽ ഒരു വിഹിതം അനുവദിച്ചു എന്നുള്ളതാണ് പ്രഖ്യാപനം. ഈ വർഷം 356 കോടി രൂപയാണ് ഇത്തരത്തിൽ ലൈഫ് മിഷൻ പദ്ധതിക്കായി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും പലതരത്തിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളതിന് കൂടുതൽ ഗഡുക്കൾ അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നു. കൂടുതൽ പണം ലഭിക്കുന്ന മുറയ്ക്ക് മറ്റു കുടിശ്ശിക കൂടി തീർക്കുമെന്നുള്ളതാണ് ധനവകുപ്പിന്റെ പ്രഖ്യാപനം. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.